മെത്രാപ്പോലിത്തായായിരുന്ന ഡബ്ലിനിലെ വിശുദ്ധ ലോറൻസിന്റെ തിരുനാളിൽ ആഗോളസഭ. ഡബ്ലിനടുത്തുള്ള ഒരു രാജകുടുംബത്തിലാണ് ലോറൻസ് ജനിച്ചത്. 10 വയസ്സുള്ളപ്പോൾ ലോറൻസ് ജാമ്യത്തടവുകാരനായി ലിൻസ്റ്ററിലെ രാജാവിന് നൽകപ്പെട്ടു. കുട്ടിയോട് രാജാവ് നിർദ്ദയമായി പെരുമാറിയതിനാൽ അവനെ ഗ്ലോക്കിലെ മെത്രാനെ ഏൽപ്പിക്കുവാൻ ഇടയായി. അവിടെ അവൻ ദൈവകാര്യങ്ങൾ ശരിയായി പഠിച്ചു. 12ാമത്തെ വയസ്സിൽ കുട്ടി പിതാവിന്റെ പക്കലേക്ക് മടങ്ങി. താൻ 4 മക്കളിൽ ഒരാൾ തിരുസഭാ സേവനത്തിന് പോകണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. ആര് പോകണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോറൻസ് പറഞ്ഞു, അത് മഹാ അന്ധതയാണെന്ന്. എന്റെ ആഗ്രഹം സഭാസേവനത്തിന് പോകണമെന്നാണെന്ന് ലോറൻസ് കൂട്ടിച്ചേർത്തു. ലോറൻസിനെ വീണ്ടും മെത്രാനച്ചന്റെ ശിക്ഷണത്തിൽ താമസിപ്പിച്ചു. ലോറൻസ് ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ഗ്ലെൻഡലോക്കിലെ മെത്രാൻ മരിച്ചപ്പോൾ ലോറൻസ് ആശ്രമാധിപനായി നിയമിതനായി. അന്ന് 25 വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ആശ്രമാധിപൻ എന്ന നിലയിൽ വളരെ വിവേകപൂർവ്വം കാര്യങ്ങൾ നടത്തി. പൂർവ്വ യൂസേപ്പിനെ പോലെ അന്നുണ്ടായ പഞ്ഞത്തിൽ ലോറൻസ് ജനങ്ങളെ സംരക്ഷിച്ചു. അദ്ദേഹത്തിന്റെ വിജയം കണ്ട് അസൂയാകലുഷിതരായവർ പല ഏഷണികൾ പറഞ്ഞു പരത്തിയെങ്കിലും ലോറൻസ് മൗനം ഭജിച്ചതേയുള്ളൂ. 1162 ലോറൻസ് ഡബ്ലിൻ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷവും സന്യാസ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. സന്യാസികളോട് കൂടെയാണ് ഭക്ഷിച്ചിരുന്നത്. രാത്രി അവരുടെ കൂടെ പ്രാർത്ഥിച്ച ശേഷം തനിച്ച് ദേവാലയത്തിൽ ദീർഘസമയം പ്രാർത്ഥിക്കും. മാംസം ഭക്ഷിച്ചിരുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ചിരുന്നു. പലപ്പോഴും അദ്ദേഹം സ്വയം ചമ്മട്ടിയടിക്കുമായിരുന്നു. 30 ദരിദ്രരെ ദിനംപ്രതി സ്വന്തം മേശയിലിരുത്തി ഭക്ഷണം നൽകിയിരുന്നുവെന്ന് പറയുമ്പോൾ എത്ര അഗാധമായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ദീനാനുകമ്പ. ആർച്ച് ബിഷപ്പ് ലോറൻസ് കാന്റർബറി കത്തീഡ്രലിൽ ഒരു ദിവസം കുർബാന ചൊല്ലാൻ ചെന്നപ്പോൾ ഒരു ഭ്രാന്തൻ അദ്ദേഹത്തിന്റെ തലയിൽ വടികൊണ്ടൊന്നടിച്ചു. വിശുദ്ധനായ ആർച്ച് ബിഷപ്പിനെ രക്തസാക്ഷിയാക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്നായിരുന്നു അയാളുടെ മറുപടി. ആർച്ച് ബിഷപ്പ് സ്വല്പം വെള്ളം വെഞ്ചരിച്ച് ശിരസ് കഴുകിയപ്പോൾ രക്തം നിലച്ചു. അപ്പോൾ തന്നെ കുർബാന അർപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്തു. കുറ്റവാളിയെ ഇംഗ്ലീഷ് രാജാവ് തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ആർച്ച് ബിഷപ്പ് ഇടപെട്ട് അവന് മാപ്പ് നൽകി. 1179 ലാറ്ററൽ പൊതു സൂനഹദോസിൽ ആർച്ച് ബിഷപ്പ് പങ്കെടുത്തു. അലക്സാണ്ടർ മാർപ്പാപ്പ തൃതീയൻ അദ്ദേഹത്തെ അയർലൻഡിലെ പേപ്പൽ ലെഗേറ്റായി നിയമിച്ചു. അയർലൻഡിലെ രാജാവും ഇംഗ്ലണ്ടിലെ ഹെൻറി രണ്ടാമനും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ അദ്ദേഹം നോർമൻട്രിയിൽ പോയി സമാധാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് പനി പിടിപെടുകയും 1180 നവംബർ 14 ഈ ലോകവാസം വെടിയുകയും ചെയ്തു. വിശുദ്ധ ലോറൻസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.